സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണം ഇനി മുതൽ എസ്ഐമാർ ഏറ്റെടുക്കും. വളരെ പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരുക. കേരള പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റുന്ന കർമ്മ പദ്ധതിക്ക് നേതൃത്വം നൽകുകയാണ് സർക്കാരെന്നും കേരള പോലീസിനെ സംബന്ധിച്ച ചരിത്രപരമായ തീരുമാനമാണിതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായും ഒഴിവാക്കി ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പിലാക്കുന്നതിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറുന്നതിനുള്ള പ്രത്യേക പരിശീലനം നൽകും. 20 വർഷം പിന്നിട്ട ജനമൈത്രി സുരക്ഷാ പദ്ധതി കൂടുതൽ ആധുനികവൽക്കരിക്കാനും തീരുമാനമായി. പൊതുജനങ്ങളിൽ നിന്ന് പ്രതിമാസ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനായി DIGമാരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര സംവിധാനം വരും. പരാതികളുടെ എണ്ണം, FIR രജിസ്റ്റർ ചെയ്യൽ എന്നിവ DGPയുടെ നേതൃത്വത്തിൽ ഡിജിറ്റലായി നിരീക്ഷിക്കുക തുടങ്ങിയവയാണ് നടപ്പിലാക്കുന്ന പ്രധാന മാറ്റങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് 15-ാം തീയതിയായ നാളെ മുതൽ ഇരിട്ടി സബ് ഡിവിഷൻ്റെ കീഴിൽ 2 സർക്കിൾ ഓഫീസുകൾ നിലവിൽ വരികയാണ്. ഇരിട്ടി സർക്കിൾ ഓഫീസും ആറളം സർക്കിൾ ഓഫീസും. ഇരിട്ടി സർക്കിൾ ഓഫീസിൻ്റെ കീഴിൽ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ, ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ, ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ എന്നിവയും ആറളം സർക്കിളിൻ്റെ കീഴിൽ ആറളം പോലീസ് സ്റ്റേഷൻ, കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ എന്നിവയുമാണ് നിലവിൽ വരുന്നത്. നിങ്ങൾക്കുള്ള പരാതികൾ CI ലെവലിൽ തീർക്കേണ്ട പരാതികൾ ഇരിട്ടി സർക്കിൾ ഓഫീസിലും അതുപോലെ ആറളം സർക്കിൾ ഓഫീസിലും ബന്ധപ്പെടാവുന്നതാണ്. നാളെ മുതൽ പോലീസ് സ്റ്റേഷൻ്റെ ചുമതലകൾ SIമാർക്കായിരിക്കും. നിങ്ങൾക്കുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തീരാത്ത പരാതികൾ നിങ്ങൾക്ക് CI മുഖാന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാവുന്നതാണ്.